ഗൈസ്, എൻ്റെ പേര് CNS. എല്ലാവർക്കും നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു അയൺ ഫാമല്ല, നമുക്ക് അയണും ഇങ്ങനെ ഓറോള് മൈൻ ചെയ്യാൻ പോകണം. നമുക്ക് മൈനിങ്ങിന് പോകണം. ഇന്ന് മൈനിങ്ങിന് തന്നെ, വേറെ ഗോളൊന്നുമില്ല, മൈനിങ് മാത്രം. പിന്നെ ഇത് അപ്ഗ്രേഡൊക്കെ ചെയ്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമേ ഞാൻ ഈ വീട്ടിൽ മാറ്റിയ മാറ്റങ്ങൾ കാണിച്ചു. എന്താ ഇവിടെ വരുമ്പോൾ ഒരു ഹാള് പോലെ ഇത് സെറ്റിയൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫ്ലവർ പോട്ടൊക്കെ ഉണ്ട്. അതാ ഇവിടെ. പിന്നെ മുകളിലോട്ട് വരുമ്പോൾ ഇവിടെ തന്നെ ഒരു ബെഡ്റൂം പോലെ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു മിഡീവിൽ അത്രയാണ് ഞാൻ നോക്കിയത്. പിന്നെ ഇവിടെ എൻ്റെ ഹൗസിൻ്റെ ഞാൻ എന്നാണിത് ഉണ്ടാക്കിയ ദിവസമൊക്കെ എഴുതി വെച്ചൊരു ബുക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് പോകുമ്പോൾ വേറെ ഒന്നുമില്ല, ഇവിടെ ചുമ്മാ പ്ലെയിൻ തന്നെ. പിന്നെ ഇതിൻ്റെ താഴെ ഇങ്ങോട്ട് വന്ന എൻ്റെ സ്റ്റോറേജ് ഏരിയ. ഇവിടെ എൻ്റെ ഈ വേൾഡിൻ്റെ ഒരു മാപ്പ് പോലെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു മാപ്പ് പോലെ ചെയ്യാം. പിന്നെ ഇത്രയും സ്റ്റോറേജ് ഇവിടെ ഫുൾ. അവിടെ ഇരുന്ന സാധനം എല്ലാം സോർട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പോഴും വേറൊന്നും ചെയ്യില്ല, നമുക്ക് മൈനിങ്ങിന് പോവാം. പിന്നെ ഒരു പിക്കാസും കൂടെ ഉണ്ടാക്കി കൊണ്ടുപോവാം. രണ്ട് പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മൈനിങ്ങിന് പോവാം. ഞാൻ മൈനിങ്ങിനോട് ഓറൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ അയണും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു റിവ്യൂവിൽ നിന്നാണ്. പിന്നെ ഇനി ഞാൻ എടുക്കാൻ പോണത് ഒരു വലിയ ഉൽക്ക വീണ പോലത്തെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. അവിടെ അയണൊക്കെ ഇരിക്കുന്നത്, അവിടെ അയണ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ തന്നെ അങ്ങ് മൈനിങ്ങിന് പോവാം. നമുക്ക് ആദ്യം താഴോട്ട് പോവാം. അങ്ങ് മൈനിങ് ചെയ്യാം. എന്താ അവിടെയൊക്കെ കുറെ അയൺ ഇരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ അങ്ങ് തുടങ്ങാം. സ്കെൽട്ടനൊക്കെ വന്ന് നമുക്ക് അടിച്ച് കൊല്ലാം. പക്ഷേ ക്രീപ്പർ വന്നാലാണ് പാട്. അറിയൂല, അന്ന് പൊട്ടുമ്പോഴേ അറിയുള്ളൂ. ഇവിടെ ഒന്നൊക്കെ ലൈറ്റിംഗ് ഒക്കെ ചെയ്യണം, എന്നാലേ ഇവിടെ മോബുകളൊന്നും സ്പോൺ ആവാതിരിക്കും. ഇവിടെ നിന്ന് കുറെ അയൺ കിട്ടും. കിട്ടുമെങ്കിൽ നമുക്ക് ഡയമണ്ടും കൂടെ മൈനിങ് ചെയ്യാം. നമുക്ക് കുറച്ച് കോളും കൂടെ അങ്ങ് എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ക്രീപ്പർ വന്ന് പൊട്ടുമ്പോഴേ അറിയും. കുറച്ച് ടോർച്ച് കൂടെ വച്ചിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇനി മുകളിൽ പോയി ഇതൊക്കെ ഉരുക്കി നമുക്ക് പിക്കാസും ആക്സും ഒക്കെ ഉണ്ടാക്കിയിട്ട് വരാം. അതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഡയമണ്ട് മൈനിങ് ചെയ്യാം. നമുക്ക് നേരെ ബേസിൽ പോയിട്ട് വരാം. ഇവിടെയൊക്കെ നമ്മൾ ബിൽഡ് ചെയ്യും. ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് ബിൽഡൊക്കെ ചെയ്ത് ഞാൻ ഇവിടെ ഒരു മൈനിങ് ഏരിയ പോലെയൊക്കെ ആക്കും. ആദ്യം ഇതൊക്കെ ഒന്ന് സ്മെൽറ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ്, ഞാൻ ഇവിടെ ഫുള്ള് വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ള് ഉരുക്കിയതായി ജസ്റ്റിനകത്ത് ഇത്രയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മൈനിങ്ങിന് പോകാം. ഞാൻ പിക്കാസ് ഉണ്ടാക്കി ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ കേവലിൽ തന്നെ പിന്നെ മൈനിങ്ങിന് പോവാം. മൈൻ ഷാഫ്റ്റും കിട്ടി. ലാപ്പിസ്
ഈ മൈൻ ഷാഫ്റ്റും കിട്ടിയിട്ടുണ്ട്. ഇതിന്നും കുറെ ലൂട്ട്. ഈ സാധനം ഈ സ്പൈക്സ് ഇരിക്കണത് ചാടി അതിന്ന് ഡാമേജ് ഉള്ളു. ഇവിടെ ഒരു ചെസ്റ്റ് ഇരിക്കുന്നു. ഫുള്ളായിട്ട് പൊട്ടിച്ചു. ഒരു നെയിം ടാഗ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ മറ്റേ ടൈം ലാപ്സിന്റെ കാര്യം ഇന്നും നോക്കി, പക്ഷെ പറ്റണില്ല. ഗ്ലോബർ കിട്ടി. വേറൊന്നും അങ്ങനെ കൊള്ളാന്നുള്ളൊന്നുമില്ല. ഇന്നത്തെ പ്ലേ സീരീസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ടാറ്റാ ബൈ ബൈ.